പ്രിയപ്പെട്ടവരെ, ആഗോള അയ്യപ്പ സംഗമത്തിന് യഥാർത്ഥത്തിൽ ആൾക്കാർ പങ്കെടുത്തില്ലേ? പങ്കാളിത്തം വലിയ രീതിയിൽ കുറവായിരുന്നു. ഒഴിഞ്ഞ കസേരകൾ മാത്രമാണോ അവിടെ ഉണ്ടായിരുന്നത്? പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. എത്ര പേര് ഈ പരിപാടിയിൽ ഔദ്യോഗികമായി പങ്കെടുത്തു എന്നതിന്റെ കണക്കുകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. എന്നാൽ മറ്റു ചില ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് കുപ്രചരണം നടത്തുമ്പോഴാണ് ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരോട് പറയേണ്ടി വരുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടോളൂ. ഉദ്ഘാടന സമയത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മുഖ്യവേദിയായ തത്വമസിയിൽ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതിലൊരു കസേര പോലും ഒഴിഞ്ഞുകിടപ്പില്ല എന്ന് പ്രേക്ഷകർക്ക് കാണാം. ഈ തത്വമസി എന്ന പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് നിറഞ്ഞ സദസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഉദ്ഘാടനത്തിന് ശേഷം മറ്റു ചർച്ചകൾ തുടങ്ങുമ്പോൾ, അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2 അല്ലെങ്കിൽ വേദി 1, വേദി 2, വേദി 3 എന്നിങ്ങനെ 3 വേദികളിലായിട്ടായിരുന്നു. അതിൽ ആത്മീയ ടൂറിസവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലും തിരക്കുകൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചയിലും പങ്കെടുക്കുന്നതിന് വേണ്ടി ഇതേ മുഖ്യവേദിയിൽ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കേട്ടവരാണ് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ വേദിയായ തത്വമസിയിൽ നിന്ന് മറ്റു 2 പ്രധാനപ്പെട്ട വേദികളിലേക്ക് ആളുകൾ പോയി. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. 4226 പേരാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ഔദ്യോഗികമായി എത്തിയിരിക്കുന്നത്. ഇതാണ് വാസ്തവം. പക്ഷേ പലപ്പോഴും ഇതിൽ ഏതെങ്കിലും ഒരു ദൃശ്യം മാത്രം വെച്ചുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ആ ദൃശ്യങ്ങൾ രണ്ടും ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചത്.